ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മാനിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഗാലക്സി S22 അൾട്ര വേഴ്സസ് Iqoo 9 Pro കമ്പാരിസൺ ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ രണ്ടും 12GB 256GB വേരിയൻസ് ആണ് ഇരിക്കുന്നത്. സോ നമ്മുടെ ഗാലക്സി S22 അൾട്രയുടെ പ്രൈസിങ് 1,10,000 വേഴ്സസ് 70,000. Iqoo 9 Proയുടെ പ്രൈസ് 70,000. സോ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറാണ് നമ്മുടെ Iqoo 9 Pro. സോ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2022 ഫ്ലാഗ്ഷിപ്പ് S22 അൾട്ര വേഴ്സസ് Iqoo 9 Pro. സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ ബിൽഡ് ആൻഡ് ഡിസൈനിൽ നിന്ന് തുടങ്ങാം. സോ രണ്ടും പ്രീമിയം ഫീലാണ് കൈ പിടിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുക. ഇറ്റ് മീൻസ് രണ്ടും ബിക്കോസ് അതിന് ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ റീസൺ വെച്ചാൽ അലുമിനിയം ഫ്രെയിമാണ് രണ്ടിനും വരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പാൻഡാഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ആൻഡ് മീനിമൽ നമുക്കിവിടെ വൺ ഓഫ് ദ ടോപ്പ് കോണിംഗ് വിക്ടസ് പ്ലസ് ദാറ്റ് മീൻസ് നമ്മുടെ 7 പ്ലസ് ദാറ്റ് മീൻസ് വിക്ടസ് പ്ലസിൻ്റെ ലേറ്റസ്റ്റ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഇത് പാൻഡാഗ്ലാസ് ദാറ്റ് മീൻസ് പാൻഡാഗ്ലാസ് ഇച്ചിരി ഇൻഫീരിയർ ആണ് നമ്മുടെ കോണിംഗ് വെച്ച് നോക്കുമ്പോൾ. അപ്പാർട്ട് ഫ്രം ദാറ്റ് കുഴപ്പമില്ല. പിന്നെ രണ്ടും ബാക്ക് ഗ്ലാസ് ആണ് ആൻഡ് ഇത് വരുന്നത് ബാക്കിൽ നമുക്ക് കോണിംഗ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ വരും. സോ പ്രൊട്ടക്ഷൻ ടേംസിൽ കുറച്ചും അടിപൊളി ഇതാണ്. ആൻഡ് ദെൻ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്. സോ അതൊരു മെയിൻ തിങ് ആണ്. 70,000 രൂപ സെഗ്മെൻറ്റിൽ വരുമ്പോൾ എന്തായാലും അത് വേണമായിരുന്നു. സോ ബട്ട് ഇവിടെ മിസ്സിംഗ് ആണ്. IP52 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് വരിക, അല്ലാണ്ട് പ്രോപ്പർ വാട്ടർ റെസിസ്റ്റൻസ് അല്ല. ബട്ട് നമുക്ക് ഇതിന് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ദെൻ ഈ തവണത്തെ S22 അൾട്രയുടെ ഒരു തീം ഫീച്ചറായിട്ടുള്ള നമ്മുടെ വിത്ത് S Pen ആണ് വരിക. സോ S Pen യൂസേഴ്സ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, സോ അതും ലേറ്റൻസി ഭയങ്കര കുറവാണ്, ഭയങ്കര ഫാസ്റ്റാണ്. നമുക്ക് ജസ്റ്റ് പേപ്പറിൽ എഴുതുന്ന ഫീൽഡിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് നോക്കിയാൽ അറിയാം. ദറ്റ് മീൻസ് 2.8 ms ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ലേറ്റൻസി അത്രേ ഉള്ളൂ. ദറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാൻ. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ ഒബ്വിയസ്ലി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ S22 അൾട്ര ആയിരിക്കുന്നല്ല. അതുപോലെ തന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കാനുള്ള ഇൻ ഹാൻഡ് ഫീൽ രണ്ടിൻ്റെയും ബാക്ക് വന്നിട്ട് ബാക്കിൻ്റെ ഗ്ലാസ് വന്നിട്ട് ആ ഫ്രെയിമിട്ട് ബ്ലെൻഡ് ആയിക്കൊണ്ടാണ്ടോ. അപ്പോൾ രണ്ടും ഇൻ ഹാൻഡ് ഫീൽ പിടിക്കാൻ നല്ല രസമാണ് രണ്ടിൻ്റെയും ആ ഒരു കർവ് ആയിട്ട് വന്നേക്കണ കാരണം. ആൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ട് ഈവൻ ഡിസ്ട്രിബ്യൂഷനാണ്. വെയിറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ S22 അൾട്ര വരുന്നത് 228 ഇത് ഇച്ചിരി വെയിറ്റ് കുറവാണ്, 204 ഗ്രാംസുമാണ് വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് തിക്നെസ് 8.9 mm ഇത് 8.8 mm ആണ് വരുന്നത് തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഓക്കെ, ആൻഡ് ഡിസൈൻ കാര്യം ചോദിച്ചത് എനിക്ക് വൺസ് ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലാസിക് പ്രീമിയം നമുക്ക് S22 അൾട്ര പറയാമെങ്കിൽ ഇതൊരു ഫാൻസി പ്രീമിയം എന്ന് പറഞ്ഞ പോലത്തെ രണ്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് യുണീക്ക് ആൻഡ് ഫാൻസി ദെൻ Iqoo 9 Pro. കാരണം ഇങ്ങനെ ഒരു യൂണീക്നെസ് ഇതുവരെ കണ്ടിട്ടുണ്ടാവും, അത് വിത്ത് BMW എഡിഷൻ. നമുക്ക് ആ മീൽ അൾട്രയുടെ ഓൾമോസ്റ്റ് ബട്ട് അവിടെ ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു മീൽ അൾട്രയ്ക്ക് വരും. പക്ഷേ ഇതൊരു സോർട്ട് ഓഫ് ഒരു അടിപൊളി യൂണീക്കാണ് ആൻഡ് ഇൻ കമ്പാരിസൺ ടു S22 അൾട്ര. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് പോവാം രണ്ടിൻ്റെ. സോ ഗൈസ്, നമ്മുടെ Iqoo 9 Pro വേഴ്സസ് സാംസങ് ഗാലക്സി S22 അൾട്ര ഡിസ്പ്ലേ ആണ്. ഓക്കെ, സോ രണ്ടും കട്ടക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല, രണ്ടും ടോപ്പ് നോച്ച് ഡിസ്പ്ലേസ്. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഗാലക്സി S22 അൾട്ര. സോ ഡൈനാമിക് ആംബിലിറ്റി 2x 120 Hz HDR10+ 1750 ആണ് നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ആൻഡ് മീൻ വൈൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 1500 nits ആണ്. സോ കുറച്ചും കൂടെ ബ്രൈറ്റർ ഡിസ്പ്ലേ നമ്മുടെ ഗാലക്സി S22 അൾട്രയുടെ ആണ്. ആൻഡ് ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ രണ്ടും ക്വാഡ് HD ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് PPIയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഗാലക്സി S22 അൾട്ര 500 PPIയും നമ്മുടെ ഇത് പറയുന്നത് 580 PPI. കുറച്ചുകൂടി PPI കൂടുതൽ നമുക്ക് നമ്മുടെ Iqoo 9 Proയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നോക്കിയിട്ട് ഡിഫറൻസസ് ഒന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടും നെക്ക്. ഓക്കെ, സോ കുറച്ചും കൂടെ ഡീപ്പർ റെഡൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യണത് നമ്മുടെ എന്താ പറയുക ഒരു ഇതിച്ചിരി ബ്രൈറ്റസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. ആൻഡ് ഇതിൻ്റെ കുറച്ചും കൂടെ സാച്ചുറേഷൻ കളർ ലെവൽസ് ഇച്ചിരി വേറെ ഡിഫറൻസ് ആണ്. ഞാൻ ഗാലക്സി S22 അൾട്ര വേഴ്സസ് Iqoo 9 Pro ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു കളർ സാച്ചുറേഷൻ ഇച്ചിരി കൂടുതലാണ്. ദാറ്റ് മീൻസ് ഇച്ചിരി കളേഴ്സ് ഇച്ചിരി ഇങ്ങനെ ഒരു വൈബ്രൻ്റ് ആക്കിയിട്ടുണ്ട്, ലൈറ്റ് വൈബ്രൻസി ആക്കിയിട്ടുണ്ട്, ഒരു 2% കുറച്ചും കൂടെ വൈബ്രൻസ് ആക്കിയിട്ടുണ്ട് ഈ കളേഴ്സ്. പക്ഷേ ബ്രൈറ്റർ ആയാൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസസ് അറിയാൻ പറ്റുന്നില്ല, രണ്ടും കട്ടയ്ക്ക് നിൽക്കുകയാണ്. സോ ഗൈസ്, മിക്ക സിനാരിയോയിലും സെയിം ടു സെയിം ആണ്. പിന്നെ ആ ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ് S22 അൾട്ര. ചില സിനാരിയോസിൽ ഇവിടെ കുറച്ച് വൈബ്രൻസി കൂട്ടുന്നുണ്ട്. ആൻഡ് ഇഫ് യു ആസ്ക് ഉണ്ടോ ഈ ഗ്രീനൊക്കെ ആയാലും ഈ സിനാരിയോ വെച്ച് ഗ്രീൻ ഇവിടെ കാണും കൂടുതൽ. സോ വിന്നർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, റിയലി ടാസ്ക്കാണ്. പിന്നെ നമുക്ക് ആ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഉള്ളത് കാരണം നമുക്ക് വേണമെങ്കിൽ S22 അൾട്ര യൂസ് ചെയ്യുന്നത്. ഈ റെഡ് ഇപ്പോൾ ഇവിടെ അകത്ത് ഇച്ചിരി ഡീപ്പർ റെഡാണ്. ആൻഡ് ആ ഗ്രീൻ ആയാലും കുറച്ചും കൂടെ ഒരു കളർ കൂടി ഇച്ചിരി ഉണ്ടാവും. ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് രണ്ടും കട്ടയ്ക്കാണ്. ഓക്കെ, സോ ഐ വുഡ് ഗീവ് എ ടൈ. ഇതിൻ്റെ കേസിൽ നമുക്ക് ഇതിനൊരു ടൈ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേക്ക് നമുക്ക് ഗാലക്സി S22 അൾട്രയ്ക്ക് കൊടുക്കാം. എനിവേസ് 110 വേഴ്സസ് 70 40K ഡിഫറൻസ് ഉണ്ടായിട്ട് ഓൾമോസ്റ്റ് നെക്ക് പെർഫോമൻസ് ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സോ റിയലി എ ഗ്രേറ്റ് ജോബ് ഫ്രം Iqoo 9 Pro.
സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ഓഡിയോ ക്വാളിറ്റി ഇട്ട് പോവാം. സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗാലക്സി S22 അൾട്രയ്ക്ക് മുന്നേ നമുക്ക് ഇതിനകത്ത് നമ്മുടെ iQOO 9 Pro പ്ലേ ചെയ്യാം. S22 Ultra. കുറച്ച് നല്ലതായിട്ട് ഫീൽ ചെയ്യണ നമ്മുടെ S22 Ultra ആണ്. ഒന്നുകൂടെ ഒരു S22 Ultra ഒന്ന് പ്ലേ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ iQOO 9 Pro ഡിസ്കോ ക്ലൈമാക്സ്. ഓക്കെ, സോ അതാണ് iQOO 9 Pro, S22 Ultra. ഓക്കെ, സോ ഗൈസ് എനിക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്തത് നമ്മുടെ ഗാലക്സി S22 Ultra ആണ് കുറച്ചും കൂടെ നമ്മുടെ ഓഡിയോ ക്വാളിറ്റിയിൽ കുറച്ചും കൂടെ മികച്ച് നിൽക്കണേ. ആൻഡ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് പിന്നെ പ്രൊസസ്സറിലേക്ക് പോകാം. സോ രണ്ടും സെയിം ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 1 LPDDR5 UFS 3.1 ആണ് വരുന്നത്. ആൻഡ് ഇത് ഇച്ചിരി എൻഹാൻസ്ഡ് എന്നൊക്കെ എഴുതിയിരിക്കണം. UFS 3.1 അതുപോലെ തന്നെ നമ്മുടെ LPDDR5 കുറച്ച് എൻഹാൻസ്ഡ്. രണ്ടും ദാറ്റ് മീൻസ് പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ രണ്ടും കട്ടയ്ക്കാണ്. ദാറ്റ് മീൻസ് പെർഫോമൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുക. ബിക്കോസ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഗാലക്സി S22 Ultra നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് നമുക്ക് എക്സിനോസിൻ്റെ ചിപ്പാണ് ഇച്ചിരി ഇൻഫീരിയർ ആയിരുന്നു സ്നാപ്ഡ്രാഗൺ വെച്ച് നോക്കുമ്പോൾ. സോ നൈസ് തിങ് ഡൺ ബൈ നമ്മുടെ സാംസങ്, നമ്മുടെ സ്നാപ്ഡ്രാഗൺ ബ്രിങ് ബാക്ക് ചെയ്ത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ്. സോ നമ്മുടെ S22 Ultra വേഴ്സസ് നമ്മുടെ iQOO 9 Pro രണ്ട് രീതിയിലാണ് ക്യാമറ സെറ്റപ്പ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൻ ക്യാമറ S22 Ultra'യിൽ 108 MB മെയിൻ ക്യാമറ. ആ സെയിം സമയം നമുക്ക് ഇവിടെ ഒരുമിച്ച് 50 MB ഗിംബൽ OIS ഉള്ളൊരു ക്യാമറയാണ് വരുന്നത്. ആൻഡ് ഇത് ജസ്റ്റ് ഒരു OIS ഉള്ള ക്യാമറ. ആൻഡ് ദെൻ നമുക്കൊരു 10 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ 100x സൂമിങ്ങിന് വേണ്ടി. ആൻഡ് ദെൻ നമുക്കൊരു 10 MB നോർമൽ ടെലിഫോട്ടോ ഒരു 3x സൂമിങ്ങിന്. ആൻഡ് ഇവിടെ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 MB ടെലിഫോട്ടോ ആണ്. പിന്നെ നമുക്കൊരു അൾട്രാവൈഡ് കിട്ടുന്നുണ്ട്. ഇതിനകത്തൊരു 12 MB അൾട്രാവൈഡ്. ആൻഡ് ഇവിടെ നമുക്കൊരു 50 MB അൾട്രാവൈഡ് ആണ്. ആൻഡ് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യമാണ്, നമുക്ക് ഫ്രണ്ട് ക്യാമറ ഡയറക്റ്റ് ഒരു ക്ലിയർ വിന്നർ തന്നെയാണ് നമുക്ക് നമ്മുടെ S22 Ultra. കാരണം 40 MB ഹൈ റെസൊല്യൂഷൻ പിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ടാണ് നമുക്ക് നമ്മുടെ S22 Ultra'യുടെ പിക്സ് വരുന്നത്. ആൻഡ് നമുക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് എടുക്കാം. സോ ഇതാണ് രണ്ട് നമുക്ക് മോഡ്സ് എന്ന് വെച്ചാൽ പോർട്രേറ്റ് നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, മോഡ്. ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ടോപ്പിൽ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡ്. അതിനകത്ത് നമുക്ക് തന്നെ സൂപ്പർ ആൻറ്റി ഷേക്ക് പ്രോ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടാൻ കുറച്ച് മോഡ്സ് ഉണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ എന്നൊരു ഫീച്ചർ. ദാറ്റ് മീൻസ് നമ്മുടെ ഫോൺ ഇങ്ങനെ കറങ്ങിയിട്ട് ഫുൾ കറങ്ങിയിട്ട് ഒരു 360 വീഡിയോ എടുത്താലും ആ ഒരു നമ്മൾ എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് സ്റ്റേബിളായിട്ട് അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ മോറിനകത്ത് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ദാറ്റ് മീൻസ് 108 MB മോഡ് കിട്ടാൻ ഹൈ റെസൊല്യൂഷൻ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രോ മോഡ് അപ്പർച്ചർ ISO വൈറ്റ് ബാലൻസ് മാനേജ് ചെയ്യാൻ പ്രോ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സാംസങ്ങിന് ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഫീച്ചർ പോലെ ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡുവൽ വ്യൂ എന്ന് പറഞ്ഞൊരു മോഡ് കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം നോർമലാണ്. സെയിം തന്നെ നമുക്ക് ഇവിടെ പ്രോ മോഡ്, രണ്ടിലും പ്രോ മോഡ് ഉണ്ട്. സാംസങ്ങിന് പ്രോ മോഡ് ഉണ്ട്. സാംസങ്ങിന് പ്രോ വീഡിയോയ്ക്കും അതും ആ മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സിംഗിൾ ടേക്ക് ദാറ്റ് മീൻസ് ഒരു ഫോട്ടോയുടെ തന്നെ ലൈറ്റ് വീഡിയോ ആയിട്ടും കളർ ഫിൽറ്റേഡ് ഫോട്ടോസ്, ഹൈപ്പർ ലാപ്സ് വീഡിയോസ് അങ്ങനെയൊക്കെ ഒറ്റ ഷോട്ടിൽ തന്നെ പല രീതിയിൽ എടുക്കാൻ പറ്റിയ ഒരു ഫീച്ചറാണ് നമ്മുടെ സിംഗിൾ ടേക്ക്. പിന്നെ സെയിം തന്നെ 960 FPS സൂപ്പർ സ്ലോ മോഷൻ ഒക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഫോട്ടോയ്ക്കകത്ത് നമുക്കിവിടെ നമുക്ക് 108 MB മോഡിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ 3:4 108 MB റെസൊല്യൂഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നമുക്ക് രണ്ടിനും പോർട്രേറ്റ് മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊന്ന് ഡീറ്റെയിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ എനിക്ക് ക്യാമറ ഡീറ്റെയിൽ ക്ലിയർ വിന്നർ എന്ന് പറയാൻ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 5% ഒക്കെ ഡിഫറൻസിൽ കുറച്ചുകൂടെ നല്ലത് നമുക്ക് ഗാലക്സി S22 Ultra ആണ്. ബിക്കോസ് അതിൻ്റെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു നമ്മുടെ S22 Ultra. പിന്നെ 108 MB റെസൊല്യൂഷൻ നല്ല അടിപൊളി ഇൻക്രെഡിബിൾ ആയിട്ട് നമുക്ക് ആ ഷോട്ട്സ് എന്തോരം സൂം ചെയ്താലും ആ പൊട്ടൂല. ദാറ്റ് മീൻസ് 108 MB ഹൈ റെസൊല്യൂഷൻ. ഇത് 50 MB ആയ കാരണം ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ അത് പോകും. ഓക്കെ,
സോ ഗൈസ് നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ iQOO 9 Pro തോന്നിയ ഫീച്ചറാണ് അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അതിൻ്റെ രജിസ്ട്രേഷൻ ആൻഡ് ഫാസ്റ്റ്. സോ ഞാൻ രണ്ടും ഒന്ന് രജിസ്റ്റർ കാണിക്കാം. സോ ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഫിംഗർ പ്രിൻറ്റ്സ് ആൻഡ് ഓവർ ഹിയർ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്. സെക്യൂരിറ്റി, ഫിംഗർ പ്രിൻറ്റ് 3 4 8. ഓക്കെ, ആഡ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു ആൻഡ് ഇവിടെ ആഡ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ iQOO 9 Pro നോക്കാം. ഇൻ 3 2 1 ആൻഡ് ഗോ. ഒറ്റ സെക്കൻഡ് എടുത്തുള്ളൂ. ഇനി നമുക്ക് S22 നോക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ആ പൊസിഷൻ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർ പറയും മേക്ക് ഷുവർ യു അഡ്ജസ്റ്റ് യുവർ ഫിംഗർ ആൻഡ് പൊസിഷൻ ഈച്ച് സ്ലൈഡിൽ ഓരോ പ്രാവശ്യം വയ്ക്കുമ്പോൾ ഇച്ചിരി മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെ നമ്മൾ വെച്ച് അതിൽ നമ്മൾ ഒരു 10 സെക്കൻഡ് എടുക്കേണ്ടത് നമുക്ക് മിനിമം. കണ്ടോ? ഇത്ര നേരം എടുത്തു. ആൻഡ് ജസ്റ്റ് ഇനി അടുത്ത ഫിംഗർ ഞാൻ ജസ്റ്റ് ആണെങ്കിൽ ആഡ് അനദർ ഇൻ 3 2 1 ആൻഡ് ഗോ. ഡൺ. അതുമായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ സെയിം തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാം. 3 2 1 ആൻഡ് ഗോ. കണ്ടോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? സോ ഭയങ്കര ഫാസ്റ്റാണ് നമ്മുടെ രജിസ്ട്രേഷൻ. പക്ഷേ രജിസ്ട്രേഷൻ നമ്മൾ വൺസ് ഒക്കെ ആയാലും ചെയ്യുള്ളൂ. പക്ഷേ അൺലോക്കിങ് രണ്ടും കട്ടയ്ക്ക് അതാണ് നമ്മളുടെ മെയിൻ കാര്യം. സോ അൺലോക്കിങ് കാണിച്ചു തരാം. ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ഇൻ 3 2 1 ആൻഡ് കണ്ടോ? പക്ക ഫാസ്റ്റ്. വൺസ് അഗെയിൻ ഇൻ 3 2 1 ആൻഡ് കണ്ടോ? ഒന്നും പറയാനില്ല, പക്കയായിട്ട് രണ്ടും പക്ക. വൺസ് അഗെയിൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, സോ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പക്കയാണ്. ഫേസ് റെക്കഗ്നിഷൻ അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ് രണ്ടിനും വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കുവാണെങ്കിൽ നമുക്ക് iQOO 9 Pro വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 4700 mAh ബാറ്ററിയാണ് വരുന്നത് വിത്ത് 120 വാട്ട് ചാർജർ വിത്ത് ഇൻ ദ ബോക്സ്. ആൻഡ് ഇത് വരുന്ന 5000 mAh ബാറ്ററി. ബോക്സിൽ ഒന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് കേബിൾ മാത്രമേ ഉള്ളൂ. സോ 45 വാട്ട് ചാർജ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ഓക്കെ, ആൻഡ് നമുക്ക് 50 വാട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണം. പക്ഷേ 4590 അവരുടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് മേടിക്കണം. ഇത് നമുക്ക് എന്ന് വെച്ചാൽ 15 വാട്ടാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഒരു 4.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇത് 10 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. സോ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് ഗംഭീരമാണ്. ഒരു 25 മിനിറ്റ് കൊണ്ട് എനിക്കിത് 1 to 100 ആയി. ഞാൻ എൻ്റെ ബാറ്ററി ചാർജിങ് സ്പീഡ് ടെസ്റ്റ് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ 25 മിനിറ്റ് കൊണ്ട് എനിക്ക് ഫുൾ ചാർജ് ആയിട്ടുണ്ടായിരുന്നു ഫോൺ. ഓക്കെ, അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് നമുക്ക് ചാർജ് ആവും. നമുക്ക് 120 വാട്ട് ചാർജിനുള്ളതാണ്. സോ ബാറ്ററി ആൻഡ് ചാർജിങ് 120 വാട്ടും 50 വാട്ട് വയർലെസ് ചാർജൊക്കെ ഉള്ളതാണ്. ഞാൻ ബാറ്ററി ആൻഡ് ചാർജിങ് ഞാൻ നമ്മുടെ iQOO 9 Pro ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ കാര്യം നമ്മുടെ UI. സോ UI നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ iQOO 9 Proനേക്കാളും ഒബ്വിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ S22 Ultra ആണ്. ബിക്കോസ് UI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ദാറ്റ് മീൻസ് വൺ ഹാൻഡ് യൂസ് കസ്റ്റമൈസേഷൻ ആണ്. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ പാനൽ വലിച്ചിട്ട് എനിക്കിതിനകത്ത് വൈഫൈ ഓൺ ചെയ്യണമെന്ന് വെച്ചു. ഇതിന് മീൻസ് ഒറ്റ കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഒന്ന് താത്തി കണ്ടോ കറക്റ്റ് ഏതൊക്കെ ഇതാണ് ഇൻട്രാക്റ്റീവ് ഏരിയ എന്ന് പറയാം. ഇതാണ് ഇൻട്രാക്റ്റീവ് ഏരിയ, ഇതാണ് നമുക്ക് വ്യൂയിങ് ഏരിയ. സോ ഇൻട്രാക്റ്റീവ് ഏരിയ ആൻഡ് വ്യൂയിങ് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണം. സോ പക്ഷേ ഇത് നമുക്ക് കണ്ടോ നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വൈഫൈ ഓൺ ചെയ്യണം, ഇവിടെ വരെ കൈ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് ഇതേ സ്വൈപ്പ് ചെയ്യുക, ഒന്നോടെ സ്വൈപ്പ് ചെയ്യുക, അത് ഇവിടെ കിട്ടും. കണ്ടോ? ഭയങ്കര 100 ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങൾ. പിന്നെ കുറച്ചൊന്ന് അത്യാവശ്യം ഇത് ഫീച്ചറിലോട് തന്നെയുണ്ട്. നമ്മുടെ വിവോയുടെ ഫോൺ ഫീച്ചറിലോട് തന്നെ. പിന്നെ കുറച്ച് ബ്ലോട്ട് വേഴ്സ് ഉണ്ട്, ജോഷ് ഒക്കെ ഉണ്ട്. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നോക്കാം. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കണ്ടോ? ജോഷ്, ക്രെഡ്, ഷെയർ ചാറ്റ് അങ്ങനത്തെ കുറച്ച് സാധനം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൗ മൂവ് ടു ദ ഫൈനൽ വെർഡിക്റ്റ്. നമ്മുടെ iQOO 9 Pro ആണോ S22 Ultra ആണോ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളിൽ 1,10,000 രൂപയുണ്ട്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ, ദെൻ ഡയറക്റ്റ്ലി ഇപ്പോൾ കണ്ണടച്ച് പോയി എടുത്തു നമ്മുടെ S22 Ultra. ബിക്കോസ് ആ വിലക്കുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S Pen കാര്യങ്ങൾ എല്ലാം കൂടെ മീൻസ് ഒരു ഫ്ലാഗ്ഷിപ്പിൻ്റെ ടോപ്പ് എൻഡ്, ഇതിന് അപ്പുറമായിട്ട് നിങ്ങൾക്ക് പോകാനില്ല. അങ്ങനത്തെ ഒരു സെറ്റാണ്. ഈവൻ നമ്മുടെ 13 Pro Maxനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ Galaxy S22 Ultra ആണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി Galaxy S21 Ultra ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്ഡേറ്റ് വർത്തിയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്യുവർ അപ്ഡേറ്റ് വർത്തിയായിരിക്കും നമ്മുടെ Galaxy S22 Ultra. ആൻഡ് റീസൺസ് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ S Pen ആണ് എനിക്ക് എൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. പിന്നെ ഒരു പ്രോപ്പർ IP റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ലേറ്റസ്റ്റ് കോഡിംഗ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും, അതും പ്രോപ്പർ കറക്റ്റ് എക്സാക്ട് ടൈമിങ്ങിൽ. ഈവൻ എൻ്റെ ഒരു യൂസ് ചെയ്യുന്ന 3 year old Galaxy Note Plusന് വരെ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ വന്നു. അതും കറക്റ്റ് സെക്യൂരിറ്റി പാച്ചൊക്കെ പക്ക അപ്ഡേഷനാണ്. നമ്മുടെ ഈവൻ ഒരു അത്രയും പഴയ Note Plus വരെ വരുന്നത്.
സോ ടോട്ടലി ഓസാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ സൂമിങ് നോക്കുവാണെങ്കിൽ ഇത് 100x സൂമിങ് വരുന്നുണ്ട്, ഇത് ജസ്റ്റ് 30x വരുന്നുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ടോട്ടലി ഓവറോൾ നമുക്ക് സ്നാപ്ഡ്രാഗൺ ഫസ്റ്റ് ടൈം ഇതിനകത്ത് വരുന്നത്. സോ ഓവറോൾ ഒരു ബെസ്റ്റാണ് നമ്മുടെ S22 Ultra. ആൻഡ് ഇഫ് S22 Ultra യുടെ ആ പ്രൈസ് ഇല്ല, നമുക്കൊരു 70K ഒരു ബെസ്റ്റ് ഫോൺ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് ചൂസ് ചെയ്യാം. ബിക്കോസ് ഗെയിമിങ്ങിന് അടിപൊളിയാണ്. അത് മാത്രമല്ല കുറച്ച് ഗെയിമിങ്ങിനകത്ത് കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള നമുക്കൊരു ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് എന്നുള്ള സംഭവമുണ്ട്. ദാറ്റ് മീൻസ് കുറച്ച് മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കമ്പൻസേഷനും SDR to HDR അങ്ങനത്തെ കുറച്ച് ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള സംഭവമാണ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സറിൽ എംബഡഡാണ്. ആ ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് വെച്ചിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല 120 വാട്ട് ചാർജിങ് വരുന്നുണ്ട്. എന്താണ് വാല്യൂ ഫോർ മണിയാണ്, സെറ്റ് വാല്യൂ ഫോർ മണിയാണ്. പിന്നെ നമുക്ക് ബാഡ് പറയാനാണെങ്കിൽ നമുക്ക് പറയേണ്ട വേണം, അപ്പോൾ ഒരു പ്രോപ്പർ IP റേറ്റിംഗ് ഇല്ല, IP52 ഉള്ളൂ. പിന്നെ പ്രൊട്ടക്ഷൻ കോഡിംഗ് ക്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ, 7ൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പാൻഡ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ക്യാമറാസ് അടിപൊളിയാണ്, സ്റ്റെബിലൈസേഷൻ നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്, നമ്മുടെ ഗിംബൽ OS വെച്ചുള്ള സ്റ്റെബിലൈസേഷനൊക്കെ ഓവറോൾ അടിപൊളിയാണ്. സോ ഇതിൻ്റെ ഒരു നമുക്ക് ആ പ്രൈസിൻ്റെ വർത്തിനായിട്ട് നമ്മുടെ വാല്യൂ ഫോർ മണി ആണെന്ന് വെച്ചാൽ iQOO 9 Pro ആയിരിക്കും കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി. ദാറ്റ് മീൻസ് 70K ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ S22 Ultra വെച്ച് ഓൾമോസ്റ്റ്. സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സബ്ജക്റ്റീവാണ്, ലുക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്ജക്റ്റീവാണ്. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.